വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പീച്ചി ഡാമിൽ റിസർവോയറിൽ 4 പെൺകുട്ടികൾ വീണുണ്ടായ അപകടത്തിൽ ഇപ്പോൾ മന്ത്രി കെ രാജൻ പ്രതികരിക്കുകയാണ്. അതിലേക്ക് വിശ്വാസമാണ്. റിക്കവർ ചെയ്തു വരുമ്പോഴേക്കും ആംബുലൻസും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിധത്തിൽ എത്തിക്കാനോ രക്ഷപ്പെടുത്താനോ ഉള്ള പരിശ്രമങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് നടന്നിട്ടുണ്ട്. നേരത്തെ നമ്മളെല്ലാം കണ്ട സ്ഥലത്ത് തന്നെയാണ്, കുറച്ച് ചെങ്കുത്തായ ഇറക്കമുള്ള റിസർവോയറിൻ്റെ ഭാഗത്താണ് അപകടം ഉണ്ടായിട്ടുള്ളത്. വീടിൽ നിന്ന് ഇറങ്ങി പോവുകയാണുകൊണ്ട് പ്രത്യേകിച്ച് സുരക്ഷാ പോയിന്റും സംവിധാനം ഒന്നുമില്ലാത്ത സ്ഥലത്താണ്, ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റുന്ന സ്ഥലത്താണ്. എന്തായാലും നമുക്ക് ശുഭാപ്തി വിശ്വാസിയായിട്ട് നിൽക്കുക. അല്ല, സ്വാഭാവികമായിട്ടും നമുക്ക് റിസർവോയറിൻ്റെ 2 സൈഡാണല്ലോ, അതല്ലെങ്കിൽ തന്നെ നല്ല വളരെ വളരെ അടുത്ത്, ഏറ്റവും അടുത്ത്. പക്ഷെ അത് നിരപ്പായൊരു സ്ഥലമല്ല, ഇപ്പം നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു സ്ഥലമല്ല. റിസർവോയറിൻ്റെ സൈഡാണെന്നുള്ളത് കൊണ്ട് താഴത്തേക്ക് ഇങ്ങനെ ചെങ്കുത്തായ വിധത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഡീപ്പനായിട്ടുള്ള സ്ഥലമാണ് വരിക. പക്ഷെ അധിക ദൂരത്തേക്ക് പോരുന്നില്ല. ഇവർ പറഞ്ഞതനുസരിച്ച് 15 മിനിറ്റിനകത്ത് എടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇവർ നൽകുന്ന വിവരം. എന്തായാലും അനാവശ്യമായിട്ടുള്ള ആശങ്ക നമ്മളാരും ഉണ്ടാക്കേണ്ടതില്ല. പരമാവധി പരിശ്രമം, നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിൽക്കുക. എല്ലാ സംവിധാനങ്ങളും ഇവിടെ കിട്ടും. ആവശ്യമായിട്ടുള്ള പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ ഞങ്ങൾ നോക്കുന്നുണ്ട്. പ്രത്യേകമായി നോക്കേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ നോക്കുന്നുണ്ട്. വൈകുന്നേരത്തേക്ക് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ കാര്യം ആലോചിക്കും. ഇവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മെഡിക്കൽ ബോർഡ് തന്നെ രൂപീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്ത് ഉയർന്ന ഡോക്ടർമാർ കൂടി വരേണ്ടി വന്നാൽ അതുകൂടി വന്ന് പരിശോധിക്കുകയും ചെയ്യും. മന്ത്രി കെ രാജനാണ് അപകടം സംബന്ധിച്ച് ഇപ്പോൾ പ്രതികരണം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിലവിൽ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പെൺകുട്ടികളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിൽ 3 പേരുടെ നില ഗുരുതരമെന്നറിയാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഇന്ന് 3 മണിയോട് കൂടിയാണ് ഈ പീച്ചി ഡാമിൽ ഈ അപകടം ഉണ്ടാവുന്നത്. ഈ 3 പട്ടിക്കാട് പ്രദേശികളായ 3 കുട്ടികൾ അവരുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു. ഇവർ 4 പേരും കൂടി ഈ പെരുന്നാളാഘോഷം കഴിഞ്ഞുകൊണ്ട് ഈ റിസർവോയറിലേക്ക് പോവുകയും പെട്ടെന്ന് റിസർവോയർ, പീച്ചി ഡാമിന്റെ അപകടമായിട്ടുള്ള സ്ഥലമായിട്ട് റിസർവോയറിൽ വീഴുകയായിരുന്നു. നിമ, അലീന, ആംഗ്രീസ്, എറിൻ എന്നിവരാണ് ഇത്തരത്തിൽ ഈ റിസർവോയറിൽ വീണത്. തുടർന്ന് നാട്ടുകാരുടെ നിശ്ചിത സമയത്തെ ഇടപെടൽ മൂലം തന്നെ ഇവരെ രക്ഷിക്കുകയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ 3 കുട്ടികളുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അലീന, ആംഗ്രീസ്, എറിൻ എന്നിവരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. എന്തായാലും 4 പേരെയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ 3 പേരുടെയും ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ജൂബിലി മിഷൻ അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പൾസ് നോർമൽ ആയിരുന്നില്ല. എന്നാൽ പൾസ് നോർമൽ ആയത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായും ആശുപത്രി അധികൃതർ പറയുന്നു. മുതിർന്ന ഡോക്ടർമാരെ അടക്കം ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നും ജൂബിലി മിഷൻ ആശുപത്രി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. വിഷ്ണു, ശരി, ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.